വെൽക്കം ടു ഓക്സിവേ. ഓക്സിവേ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഓക്സിവേ. നമുക്ക് ഈ ബിസിനസ് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ്, ഒരു പറ്റം ലീഡേഴ്സിന്റെ ഗ്രൂപ്പാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരു പറ്റം ലീഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഓക്സിവേ. ഓക്കെ, നോക്കാം സക്സസ് എന്താണല്ലേ. നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾക്കും പല രീതിയിലാണ് വിജയം എന്നുള്ളത്. സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് പലതരത്തിലാണ്. നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സക്സസ് എന്താണെന്ന് പറഞ്ഞാല് നമുക്ക് 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ച് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ടൈം അല്ലെ, സമയം. നമുക്ക് പലപ്പോഴും അറിയാതെ നമുക്ക് സമയത്തിന് വളരെ വിലയാണ്. കാരണം നമ്മൾ ഒരിക്കലും പണം കൊടുത്ത് നമുക്ക് സമയം വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചും കിട്ടാറില്ല. അപ്പൊ ഒരാള് ലൈഫിൽ സക്സസ് ആവുമെന്ന് പറയുമ്പോൾ അയാൾക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് എന്താണ് മണി അല്ലെ, പണവും. പണം അല്ലെ, നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും എന്ത് നേടണമെങ്കിലും എന്ത് കാര്യത്തിനും സാമ്പത്തികം അത്യാവശ്യമാണല്ലേ. ഫിനാൻഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ പലപ്പോഴും പറയും നമ്മുടെ ഫാമിലിയിൽ പോലും നമുക്ക് പല വിലകൾ, നമ്മുടെ വാല്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെ. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പോരാടുന്നതിന് വേണ്ടി തന്നെയാണ്, ഈ പണം കണ്ടെത്താൻ തന്നെയാണ് അല്ലെ. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നതും ഈ പണം കണ്ടെത്താൻ തന്നെയാണ്. പല പ്രശ്നങ്ങളുടെയും സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാല് പണമില്ലായ്മ തന്നെയാണ് അല്ലെ. സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെ നിന്ന് ഉടലെടുക്കുന്ന പല പ്രശ്നങ്ങളാണ് വലിയ വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇനി സമയവും പണവും ഉണ്ട്, ആരോഗ്യം ഇല്ലെങ്കിലോ അല്ലെ. ആലോചിച്ച് നോക്കി, ആരോഗ്യം ഇല്ലെങ്കിൽ തീർന്നു. അപ്പോ പണവും സമയവും ആരോഗ്യവും വേണം. നമുക്ക് ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് ഒരു ഗവൺമെന്റ് ജോലി എന്ന് വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 60 വയസ്സ് അല്ലെ 58 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സമയവും ഉണ്ട് അല്ലെ, പണം ഉണ്ടാവും. റിട്ടയർമെന്റ് സമയത്ത് പണം ഉണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഹെൽത്ത് ഉണ്ടാവില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പണം മൊത്തം ചെലവാക്കുന്നത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഇനി ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ അവർക്ക് പണം ഉണ്ടാവില്ല, ചിലപ്പോൾ ഹെൽത്ത് ഉണ്ടാവില്ല, ടൈം ഉണ്ടാവും ചിലപ്പോൾ അല്ലെ. വളരെ കുറച്ച് ഒരു 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് ബാക്കി ഫ്രീ ആയിരിക്കും. പക്ഷെ എൻജോയ് ചെയ്യാനുള്ള പണമോ ഹെൽത്ത് ഉണ്ടാവില്ല. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എടുത്താലോ നമ്മള് ടൈമും ചിലപ്പോ അവർക്ക് ടൈമും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ മണി ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും, പക്ഷെ ടൈം വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസ് ആവുകയുള്ളൂ. അപ്പോ എന്ത് ചെയ്താലാണ് നമുക്ക് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുന്നത് നോക്കാം അല്ലെ. നമുക്കറിയാൻ പറ്റും അല്ലെ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ലോകത്തിൽ എടുത്തു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിജയിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിജയിപ്പിച്ച ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ്. നമുക്കറിയാം അല്ലെ, ധാരാളം ആളുകൾ പറയുമ്പോൾ സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റിയ അല്ലെ ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് ലോകത്തിൽ എടുത്തു കഴിഞ്ഞാല് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് അല്ലെ. ഇപ്പൊ അമേരിക്ക, ചൈന പോലത്തെ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 3 ലക്ഷം കോടി വരെ അവർക്ക് ഒരു വർഷം ടേൺ ഓവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് ഇന്ത്യ എടുത്ത തന്നെ ഇന്ത്യയിൽ 1998 മുതൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ആക്റ്റീവ് ആണ്. ഏകദേശം അല്ലെ ഒരു 30,000 കോടിക്ക് അടുത്ത് നമുക്കല്ലേ ഇൻഡസ്ട്രിയിൽ വളർച്ചയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. പക്ഷെ മറ്റു രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അതൊന്നും ഒരു വളർച്ചയല്ല. കാരണം തൊട്ടടുത്തുള്ള കേരളത്തിന്റെ അത്ര അടുത്തുള്ള ഇത്രയും വലിപ്പമുള്ള മലേഷ്യയിൽ പോലും അത്രയും ജനസംഖ്യ മാത്രമേ ഉള്ളൂ. മലേഷ്യയിൽ പോലും 30,000 കോടിക്ക് മുകളിലാണ് അവരുടെ ടേൺ ഓവർ. അപ്പോ 150 കോടിക്ക് മുകളിലുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള, ഏറ്റവും കൂടുതലല്ലേ തൊഴിലന്വേഷകരുള്ള, വരുമാനം ഇതുവരെ കിട്ടിത്തുടങ്ങാത്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള, ഇത്രയും യങ്സ്റ്റേഴ്സ് ഉള്ള ഇന്ത്യയിൽ ഇത്രയും കുറഞ്ഞ ഒരു ബിസിനസ് ഒരിക്കലും അല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പക്ഷെ ഇനി പറയുന്ന പാഠങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇൻ ഫ്യൂച്ചറിൽ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും കൂടുതൽ അല്ലെ ഇപ്പോ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പൊ ആ ഒരു മേഖലയിൽ തന്നെയാണ് നമ്മളും ഇന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ മേഖലയിൽ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കമ്പനിയാണ് ഓക്സിജൻ. നമുക്ക് നോക്കാം എന്താണ് ഓക്സിജൻ അല്ലേ. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2018 ഓഗസ്റ്റ് 9 തീയതിയാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? 2018 ഓഗസ്റ്റ് 8 തീയതിയാണ് ഇന്ത്യയിൽ മൊത്തം ഡയറക്ട് സെല്ലിംഗിന് MLM ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂള് ഇറങ്ങുന്നത് 2018 ഓഗസ്റ്റ്.
8-ാം തീയതിയാണ്. അപ്പൊ അതിനുശേഷം ആണ് നമ്മുടെ കമ്പനി അല്ലെ, അതിനുശേഷം ഇറങ്ങിയ ഒരു കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ പാലിക്കുന്ന എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണൽ. ഏകദേശം 6 വർഷം, 2018 എന്ന് പറയുമ്പോൾ 2024 ഇപ്പൊ അടുത്ത മാസം കമ്പനിയുടെ 6ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് അല്ലെ. 6 വർഷം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നയിക്കുന്ന ആളുകളാണ്. അവരുടെ എക്സ്പീരിയൻസും വിഷനും തന്നെയാണ് ഈ കമ്പനിയുടെ വിജയം. ഇത് നോക്കാം, എന്താണ് കമ്പനിയുടെ വിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാല്, ലോകത്തെ 500 കമ്പനി, അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രമല്ല, ലോകത്തെ 500 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 2035 ആകുമ്പോഴേക്കും ആ 500 കമ്പനികളിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള 500 കമ്പനികളിൽ ഒരു കമ്പനിയായിട്ട് മാറുക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ എലോൺ മസ്ക് അതുപോലത്തെ പറയുന്ന കമ്പനികൾ, ആമസോൺ പോലെ ഒരു കമ്പനിയായിട്ട് മാറുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു വിഷൻ തന്നെ. ക്രിയേറ്റ് ദ ലാർജസ്റ്റ് കസ്റ്റമർ വേൾഡ് പ്രൊവൈഡിങ് അബണ്ടൻസ് റിച്ച്നെസ് ആൻഡ് ഹെൽത്ത് കൺവേയിങ് ദ മെസ്സേജ് ഓഫ് പീസ്. എല്ലാ ആളുകൾക്കും, ലോകത്തിലെ എല്ലാ ആളുകളിലോട്ടും റിച്ച്നെസ്സും ഹെൽത്തും എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ മിഷനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാവിധ സർട്ടിഫിക്കേഷനും കമ്പനി അവൈലബിൾ ആണ്. നമുക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ വേണോ ആ എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ള കമ്പനി കൂടിയാണ് ഓക്സിജനോ. ഓക്കെ, ഇനി നോക്കാം ആരൊക്കെയാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് അല്ലേ. ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൾ അർഷാദ്, ഇതിന്റെ ഫൗണ്ടർ. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന് വലിയൊരു അവാർഡ് കിട്ടിയല്ലേ, ഏറ്റവും നല്ല ബെസ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ബേസ് ആയിട്ടുള്ള അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അപ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ കോർപ്പറേറ്റ് ട്രെയിനർ ആയിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മോട്ടിവേഷൻ ട്രെയിനർ ആയിട്ടുള്ള എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാലേ, യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആണ്. കുറേയധികം ആളുകൾ ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒക്കെ പങ്കെടുക്കുന്നത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനറാണ് അദ്ദേഹം. അതുപോലെ പ്രേംലാൽ കോർപ്പറേറ്റ് മെന്റർ ഉണ്ട്. അതുപോലെ തന്നെ മധുസൂദൻ സാർ ഉണ്ട്, ഉബൈദ് സാർ ഉണ്ട്, സുധാകരൻ സാർ ഉണ്ട്. ഇവരെല്ലാവരും കൂടി വരുന്ന ഒരു മാനേജ്മെന്റ് ആണ് കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അല്ലെ, കമ്പനി എന്താണെന്ന്, ഓക്സിജൻ എന്താണെന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി തന്നെയാണ്. എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെ, ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ വെൽനെസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്ത് ബേസ് ആയിട്ടാണല്ലേ, വെൽനെസ് ബേസ് ആയിട്ടാണ്. ഇന്ന് വളരെയധികം കമ്പനികൾ, ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്ന പല കമ്പനികളും ഫോക്കസ് ചെയ്തിരിക്കുന്നതോടെയാണ് വെൽനെസ് ബേസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളിലാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ സജീവ് കുമാർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ കമ്പനിയുടെ സയന്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ആയുർശ്രീ പത്മയുടെ ഫൗണ്ടറാണ്, ആയുർവേദയുടെ സിഇഒ ആണ്. മാത്രമല്ല എത്രോ മെഡിസിനിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. ഫോർമർ പ്രിൻസിപ്പൽ ഓഫ് സയന്റിസ്റ്റ് റിസർച്ചിന്റെ കെആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലെ ഫോർമർ പ്രിൻസിപ്പൾ അദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച്, ഇദ്ദേഹം വളരെ ഫേമസ് ആയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോ ഇത്രയും കഴിവുള്ള, ഇത്രയും അറിവുള്ള, ഈ ഒരു മേഖലയിൽ അറിവുള്ള വ്യക്തിയാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ അല്ലെ, ന്യൂട്രീഷൻ ആൻഡ് ഫോർ എവരിവൺ, ഇത് ഇങ്ങനെ ഒരു അർത്ഥവാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ നമുക്കറിയാം, വെൽനസ് ബേസ് ചെയ്ത് പല കമ്പനികളും പല പ്രൊഡക്ട്സുകളും നമുക്കറിയാൻ പറ്റും. പക്ഷെ ന്യൂട്രാസ്യൂട്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളുള്ള ലൈസൻസ് ഉള്ള ഒരേ ഒരു കമ്പനി ഓക്സിജനോ തന്നെയാണ്. 100% നാച്ചുറൽ ആയിട്ട്, 100% ഹെർബൽ ആയിട്ട്, സീറോ കെമിക്കൽ അല്ല, സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് കൊടുക്കുക, ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുക, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അർത്ഥവാക്യം തന്നെ. അതാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ എ വി സുരേഷ് എം ഡി ആയുർ, അദ്ദേഹം DMO ആണ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ വ്യക്തിയാണ്. നമ്മുടെ ഈ ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ മേഖലയിൽ. ഇവരെല്ലാവരും കൂടിയാണ് എന്താണ് ഓക്സിജനോ എന്നൊരു കമ്പനി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് ബേസ് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും അതിന്റെ ക്വാളിറ്റി ബേസ് ആണെങ്കിലും കമ്പനിയുടെ R&D എക്സ്പേർട്സ് ആണെങ്കിലും R&D ഡിപ്പാർട്ട്മെന്റ്, പാലക്കാട് ബേസ്ഡ് R&D ഡിപ്പാർട്ട്മെന്റ് കമ്പനിക്ക് എല്ലാ പ്രൊഡക്റ്റുകളും വളരെയധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ടാണ് 6 വർഷമായിട്ട് കമ്പനി ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ കൊടുക്കുന്നതിൽ വലിയ വിജയം തന്നെ ഉണ്ടാക്കിയെടുത്ത കമ്പനി തന്നെയാണ്. ഓക്കെ, കമ്പനിയുടെ ധാരാളം പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമുക്കറിയാൻ പറ്റും. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയാം. നമുക്ക് ഇതിന്റെ കാറ്റലോഗുകൾ ഉണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവാൻ പറ്റും. നമ്മുടെ സൈറ്റിൽ കയറി മനസ്സിലാവും. ഓക്കെ,
ദെൻ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ആണ്, IRC സർട്ടിഫിക്കേഷൻ ഉണ്ട് നമുക്ക്, അല്ലെ, GMP സർട്ടിഫിക്കേഷൻ ഉണ്ട്, FSSAI സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അറിയാൻ പോണത്? നമുക്കറിയാം, നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ താല്പര്യം എന്താണ്? എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നല്ലേ? വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്താണ്? അല്ല, നമ്മളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് വരുമാനത്തിന് വേണ്ടി തന്നെയാണ്. ആ വരുമാനം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പോണം അടുത്ത സെക്ഷനിൽ പറയാൻ പോകുന്നത്. വരുമാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നല്ലേ. അപ്പൊ ഓക്സിജൻ നമുക്ക് തരുന്ന 3 തരത്തിലുള്ള വരുമാനങ്ങളാണ്. ഒന്ന്, റീറ്റെയിൽ പ്രോഫിറ്റ്. നമുക്ക് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട്. എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എല്ലാ ഡയറക്റ്റിംഗ് കമ്പനികളിലും നിങ്ങൾക്ക് നിയമമുണ്ട്, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. അവിടെ ഇതുപോലെ ഇവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റുകൾ, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കാം, അത് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെ, നമുക്ക് റീറ്റെയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ODP എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പ്രൈസും നമ്മൾ MRP കൊടുക്കുന്ന പ്രൈസും, അപ്പൊ ആ ഡിഫറൻസ് നമുക്ക് കിട്ടും. നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, 1 ലക്ഷത്തിന് മുകളിൽ വരുമാനങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് അവൈലബിൾ ആണ് കമ്പനിയിൽ. ദെൻ കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ, കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന പ്ലാൻ ആണ് ഫസ്റ്റ് പർച്ചേസ്. നമ്മൾ ആദ്യം വാങ്ങുന്ന പർച്ചേസ് ആണ് ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ. 3 തരത്തിലുള്ള വരുമാനങ്ങൾ 5 ക്ലബ്ബുകളായിട്ട് കമ്പനി തരുന്നുണ്ട്. അതുപോലെ തന്നെ റീപർച്ചേസ് വരുമാനം നമുക്ക് തരുന്നുണ്ട്, അല്ലെ, നമുക്ക് റീപർച്ചേസ് ചെയ്യാനുള്ള വരുമാനങ്ങൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള വരുമാനങ്ങൾ തരുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ തന്നെയാണ്. നമുക്ക് നോക്കാം, അല്ലെ. ഓക്കെ, ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ എന്താണെന്ന് നോക്കാം. നമുക്ക് പറഞ്ഞു, ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു ഐഡിയ എടുത്ത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം, കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്ന 5 ക്ലബ്ബുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, അല്ലെ. ഒന്ന്, സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, പ്രീമിയം ക്ലബ്ബ്, മില്യൺ ക്ലബ്ബ്, ബില്യൺ ക്ലബ്ബ്, ട്രില്യൺ ക്ലബ്ബ്. നോക്കാം, അല്ലെ. ഇതില് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 RP, നമുക്കറിയാം 10 RP വരുന്ന പ്രൊഡക്റ്റുകൾ. ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 10 RPയുടെ പ്രൊഡക്റ്റ്, കമ്പനി ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്, ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. 10 RPയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 10 RPയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് മിനിമം 999 രൂപ മുതൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ തൊട്ട് 4500 കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, പ്രീമിയം ക്ലബ് ഉണ്ട്, 100 RPയുടെ പ്രൊഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മില്യൺ ഉണ്ട്, അല്ലെ, 1000 RPയുടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ 5 ക്ലബ്ബുകൾ, ബില്യൺ ക്ലബ്ബ്, ട്രില്യൺ ക്ലബ്ബ്, ഇങ്ങനെ 5 ക്ലബ്ബുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബില്യൺ ക്ലബ്ബിലും ട്രില്യൺ ക്ലബ്ബിലും നമുക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടില്ല. ഈ 3 ക്ലബ്ബിലാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ക്ലബ്ബാണ് ഇത്. ജസ്റ്റ് നമുക്ക് അടക്കം എന്താണ് സ്റ്റാർട്ടപ്പ് എന്നല്ലേ, തുടക്കം എന്താണെന്ന് നോക്കാം. നമുക്ക് 3 തരത്തിൽ ബോണസ് ആണ്. ഒന്ന്, ടീം ബോണസ്, ദെൻ സ്റ്റാർട്ടപ്പ് ബോണസ് നോക്കാം, ടീം ബോണസ്, സ്റ്റാർട്ടപ്പ് ബോണസ്, ITV. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം, പ്ലാൻ എന്താ, എങ്ങനെ വരുമാനം കിട്ടുന്നതെന്ന്. ഓക്കെ, എന്താണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്? ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ, നമുക്കൊരു ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക്, അല്ലെ, തുടക്കം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് വരുന്നത്. ഇവിടെ 10 RPയുടെ നമുക്ക് 10 RPയുടെ പ്രൊഡക്റ്റുകൾ, 10 RP എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ കൗണ്ടാണ് ബിസിനസ് വോളിയത്തിന്റെ. 10 RP വരുന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ബിസിനസ് ID ആക്ടിവേഷൻ ആവും. ചിലപ്പോ നമ്മുടെ പേരിലുള്ളത്, ഇപ്പോ അദ്ദേഹം പറയുന്നത്, ഇപ്പൊ എന്റെ പേര് അഖിൽ എന്നാണ്. അപ്പോ അഖിൽ 01 എന്നൊരു ID, ഒരു ബിസിനസ് ID കമ്പനി നമുക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ടാവും. ഇത് ഞാനെന്ന് വിചാരിക്കുക, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു 10 RP വരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ വാങ്ങിച്ചത്, നേരത്തെ ആദ്യം വാങ്ങിച്ചത് സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ഒരു ഡ്രസ് മെറ്റീരിയലാണ് വാങ്ങിച്ചത്. അതുപോലെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതുപോലെ ജ്യൂസ് ഉണ്ട്. നമുക്ക് ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് 10 RP ആണെങ്കിലും നമ്മുടെ ID നമ്മൾ സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ടാവും. ഇതിനുശേഷം നമ്മൾ എന്താണ്, നമ്മൾ എല്ലാ ബിസിനസ് ചെയ്യുന്ന പോലെ നമുക്കറിയാവുന്ന ആളുകളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സംഭവിക്കും, നമ്മുടെ താഴെ ആളുകൾ ജോയിൻ ചെയ്യും. ഇങ്ങനെ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെ, ഈ എന്നൊരു വ്യക്തി 10 RPക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമുക്കൊരു സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട്, റെഫറൽ ഇൻസെന്റീവ് എന്ന് പറയാൻ പറ്റും, അതിന്റെ സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറയാം, ഒരു 50 രൂപ നമുക്ക് കിട്ടും. അപ്പോ 10 RPയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതല്ല, മിനിമം 990 ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിച്ചു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 രൂപയാണ് കിട്ടുന്നത്. പിന്നെന്താണ്, അടുത്തൊരാൾ നമ്മുടെ കെയർ ഓഫിൽ വരുമ്പോൾ സംഭവിക്കും, വീണ്ടും 50, അല്ലെ, നമുക്ക് A വന്നപ്പോ 50 കിട്ടി, B വന്നപ്പോ 50 കിട്ടി, അപ്പൊ എത്രയും 100 രൂപ നമുക്ക് കിട്ടി. ഇനി എന്താണ്,
ഇനി എ വഴി സി എന്നൊരു വ്യക്തി വന്നു, നമ്മൾ കൊണ്ടുവന്നതല്ല, എ വഴിയാണ് സി വന്നത് വിചാരിക്കുക. അപ്പോ ഈ 50 പേർക്ക് കിട്ടും, ഉറപ്പായിട്ടും എക്ക് കിട്ടുള്ളൂ, നമുക്ക് കിട്ടില്ല, കാരണം എ കൊണ്ടുവന്ന വ്യക്തിയാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 1:2:1 എന്ന രീതിയിൽ ഇത് പെയർ മാച്ച് ആയതിനു ശേഷം നമുക്ക് സംഭവിക്കും, കമ്പനി പറയുന്ന ടീം ബോണസ് എന്ന രീതിയിലുള്ള 200 രൂപ നമുക്ക് കിട്ടും. അപ്പൊ എത്രയായി? 300 രൂപ നമുക്ക് വരുമാനം കിട്ടി. ഇനി എന്ത് സംഭവിക്കും? ബി അടുത്ത അദ്ദേഹത്തിന് പരിചയ ആൾ കൊണ്ടുവന്നു, എഫിനെ കൊണ്ടുവന്നു. അപ്പൊ ബിക്ക് ഒരു 50 രൂപ കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഓൾറെഡി സി വന്ന് നമ്മുടെ താഴെ വന്നു, ഈ 1 കിടപ്പുണ്ട്, ഇപ്പുറത്ത് എഫ് വരുമ്പോൾ 1 ആയി കഴിയുമ്പോൾ വീണ്ടും 200 കിട്ടി. ഇത് സംഭവിച്ചേ ഇവിടെ എയും ബിയും മാത്രം നമ്മൾ കൊണ്ടുവന്നത്, പക്ഷെ അവിടെ താഴെ ആൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെയാണോ ഈ ബിസിനസ് ഐഡിയകൾ മാച്ച് ആവുന്നത് അവിടെ നമുക്ക് വരുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ദിവസം 2 ജോഡി വന്നു കഴിഞ്ഞാൽ, എയും ബിയോ നമ്മളോ ചിലർക്ക് ആര് വന്നാലും 2 ജോഡി ഒരു ദിവസം മാച്ച് ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് 400 കിട്ടും. 5 ജോഡിയാണെങ്കിൽ 1000 രൂപ കിട്ടും. 10 ജോഡിയാണെങ്കിൽ 2000 രൂപ കിട്ടും. 25 ജോഡിക്ക് 5000 കിട്ടും. 26 ജോഡി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, കാരണം സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരു സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. 5000 രൂപയാണ് ഒരു ദിവസം കിട്ടുന്ന മാക്സിമം എമൗണ്ട്. ഇതാണ് കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ. ആലോചിച്ച് നോക്കുക, നമുക്ക് റെഫറൽ ഇൻസെന്റീവ് ആയിട്ട് 50 രൂപ വരുന്നുണ്ട്, മാത്രമല്ല ടീം ബോണസ് ആയിട്ട് 5000 തരുന്നുണ്ട്. ഇത് നമുക്ക് അറിയാം, സാധാരണ അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലുള്ള പ്ലാൻ തന്നെയാണിതും. നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ എന്നെ അട്രാക്ട് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിന് അടുത്ത സ്റ്റെപ്പാണ്. നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും 12 മണിക്ക് കട്ട് ഓഫ് ആണ്. വീക്കിലി 2 ഡേയ്സ്, ബുധനാഴ്ച ശനിയാഴ്ച ഇതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് വന്നോളൂ. 10 രൂപ ഉള്ളെങ്കിൽ 15 രൂപ ഉള്ളെങ്കിൽ അതും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഒരു പൈസ പോലും കമ്പനി പെൻഡിങ് വരില്ല. ആദ്യത്തെ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് പെയർ 1:2:1 ആണ്, അതിനുശേഷം 1:1. സീലിംഗ് ലിമിറ്റ് 5000. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഈ സൈഡിൽ 25 പേര് വന്നു, ഈ സമയത്ത് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ 25 ജോഡിയായിട്ട് 10ന്റെ മാച്ച് നമുക്ക് 2000 കിട്ടും. ബാക്കി 15 ജോഡി ക്യാരി ഫോർവേഡ് ചെയ്ത് പവർ സൈഡ്, അതാണ് പവർ സൈഡ്, നമുക്കറിയാലോ. ദെൻ ഇനിയാണ് അടുത്ത സ്റ്റേജ്. ഇപ്പൊ നമ്മുടെ താഴെ ഇത്രയും ബിസിനസ്സുകൾ വന്നു, ഇത്രയും ബിസിനസ് വന്നു. ഇങ്ങനെ വരുമ്പോ ഈ എ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് പെയർ ആണ്. നമുക്ക് എയും ബിയും, സിയും ഡിയും ഇയും എഫ് ഒക്കെ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് പെയർ ആണ്. ഈ മൂന്നാമത്തെ പെയർ ഉണ്ട്, തേർഡ് പെയർ, ഇതാണ് നമ്മുടെ തേർഡ് വരുന്നത്, എസും വൈ വരുന്നത്. ഈ പെയറിന്റെ 200 രൂപ നമുക്ക് കിട്ടില്ല, കാരണം എല്ലാ ഇന്റർവെല് 3, 6, 9, 12, 15, 18, 21, 24 ഇങ്ങനെ 25 ജോഡിയിൽ ഇത്രയും 1, 2, 3, 4, 5, 6, 7, 8 ജോഡിയുടെ പൈസ നമ്മൾ ഒരു ദിവസം സീലിംഗ് ആയി കഴിഞ്ഞാൽ 8 ജോഡിയുടെ പൈസ എന്ന് പറയുമ്പോൾ 8 × 1600 രൂപ എന്ന് സംഭവിക്കും നമ്മുടെ ടോപ്പ് അപ്പ് വാലറ്റിലോട്ട് ഇത് ചേഞ്ച് ആവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 1600 നമ്മുടെ ടോപ്പ് അപ്പ് വാലറ്റ് ഉണ്ട്, ഇതിലോട്ട് ക്രെഡിറ്റ് ആവും. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3400 രൂപ നമുക്ക് അന്ന് വരുമാനം കിട്ടുള്ളൂ. ഈ 1600 പോകില്ല, എന്ത് സംഭവിക്കും? ഇത് ടോപ്പ് അപ്പ് വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവും. ടോപ്പ് അപ്പ് വാലറ്റ് എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ക്ലബ് ആണല്ലേ, നമുക്ക് പറഞ്ഞ പോലെ തന്നെ 10 RPയുടെ ആണ് ഈ ക്ലബ്ബ്. അടുത്തതാണ് എന്താണ്? അടുത്തതാണ് നമ്മുടെ പ്രീമിയം ക്ലബ്ബ്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. പ്രീമിയം ക്ലബ്ബ് ഇവിടെയാണ് നമ്മുടെ എന്താണ്, നമ്മുടെ 100 RPയുടെ ബിസിനസ് ഇരിക്കുന്നത്. പ്രീമിയം ക്ലബ്ബ് ചില ഏകദേശം 10,000 രൂപ വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് പാക്കേജ് വരുന്ന പ്രീമിയം ക്ലബ്ബാണ് ഈ വരുന്നത്. ഈ 1600 രൂപ നേരത്തെ പറഞ്ഞ സീലിംഗ് ആയി കിട്ടുന്ന 1600 രൂപ ഈ 10,000 ആഡ് ആവും. അപ്പൊ എത്ര ഉണ്ട്? ബാക്കി 8,400 രൂപ നമുക്ക് ബാലൻസ് മതി. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വരുമാനം വരുമ്പോൾ ഈ ചാർട്ട് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട്. ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്ലാൻ ആണെങ്കിൽ, ഇത് ഫസ്റ്റ് പ്ലാൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ താഴെ 3-ാമത്തെ 6-ാമത്തെ 9 നേരെ എന്ത് സംഭവിക്കും? നേരെ വരുന്നത് ഈ പ്രീമിയത്തിലോട്ട് ആഡ് ആവുന്നുണ്ടാവും. ഈ പ്രീമിയം ഫില്ലാവും. എപ്പോഴാണോ ഈ 100 RP ഫില്ലാവുന്നത്, ചില 10,000 രൂപയുടെ ബിസിനസ് ഇവിടെ ഫില്ലാവുന്നത് സമയത്ത് നമ്മുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആവും. പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാല് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, നമ്മുടെ പ്രീമിയം ക്ലബ്ബിൽ വരുന്ന എമൗണ്ട് അല്ലെ 10,000 രൂപ നമ്മുടെ ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ ഇതിന് വരുന്ന പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളുണ്ട്, ഇത് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട ആവശ്യമില്ല.
ഇനി നമ്മൾ സംഭവിക്കണം, ബാക്കി എല്ലാ ബിസിനസ്സിലും എന്താണ് നമ്മൾ ഇവിടെ പണിയെടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ടോപ്പ് അപ്പ് ആണ് അല്ലെ, ഓട്ടോമാറ്റിക്കായി ടോപ്പ് അപ്പ് ആവണമെന്നാണ്. ഈ എ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ പുതിയ കൊണ്ടുവന്ന വ്യക്തിയല്ല, നമ്മൾ ആദ്യം കൊണ്ടുവന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള എ തന്നെയാണ്. ഈ ബിയും അത് തന്നെയാണ്. നമ്മളെ പോലെ തന്നെ എയുടെയും ബിയുടെയും ഇതുപോലെ തന്നെ ടോപ്പ് വാലറ്റ് ഫില്ലായിട്ട് 10,000 എത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ ഇവിടെ എ ഫില്ലാവും, ബി ഫില്ലാവും. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പ്രീമിയം ബോണസ് എന്ന് വെച്ചാൽ നേരത്തെ 50 രൂപയാണെങ്കിൽ റെഫറലെങ്കിൽ ഇവിടെ 500 രൂപ കിട്ടും. അപ്പൊ എ ജോയിൻ ചെയ്യുമ്പോൾ 500 രൂപ നമുക്ക് വരുമാനമുണ്ട്. ബി ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് 500 കിട്ടും. അപ്പൊ 1000 രൂപ നമുക്ക് റെഫറൽ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. ഇതിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക് ആണത്. ഇനി ഇതുപോലെ തന്നെ 1:2 എന്ന രീതിയിൽ സി വന്നു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കും, ഒരു ജോഡിക്ക് 2000 രൂപ നമുക്ക് കിട്ടും. നേരത്തെ എയും ബിയും സിയും വന്നപ്പോൾ നമുക്ക് 200 പ്ലസ് 50 300 ആണെങ്കിൽ ഇവിടെ 3000 കിട്ടി അല്ലെ, ഒരു 0 കൂടി എമൗണ്ട് കൂടി. ഇവിടെ അതിനുശേഷം ഓരോ ജോഡിക്ക് 2000 ആണ് നമുക്ക്. ഇവിടെ പ്രത്യേകത ഉണ്ട്, 25 ജോഡി അല്ലെ 10 ജോഡിയാണ് സീലിംഗ്, 20,000 രൂപ ഒരു ദിവസം കിട്ടും. ഏറ്റവും കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട, നോ വർക്കിംഗ് ആണ്. കാരണം എന്താണ്, വർക്ക് ചെയ്യുന്നത് മൊത്തം എവിടെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഏത് പ്ലാനിലാണ്, സ്റ്റാർട്ടപ്പ് പ്ലാനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് മൊത്തം. പക്ഷെ പൈസ കിട്ടുന്ന എവിടെയാണ്, ഈ സൈഡ് നമ്മൾ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ഇവിടെ പൈസ കിട്ടും. ഈ എയും ബിയും തന്നെയാണ് ഈ വന്നിരിക്കുന്ന എയും ബിയും, ഈ സിയും ഡിയും തന്നെയാണ് ഈ സിയും ഡിയും. ഈ ആരൊക്കെ ഇവിടെ ഇടുന്നുണ്ടോ അവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ ഫില്ലായിട്ട് ഇത് ഫില്ലായിക്കോളും, ഓട്ടോമാറ്റിക് സംഭവിക്കും. ഇവിടെ നമ്മൾ 1000 രൂപയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് കിട്ടുന്ന അതേ ടീം വെച്ചിട്ട് തന്നെ ഇവിടെ 5000 രൂപയാണെങ്കിൽ ഇവിടെ നമുക്ക് 20,000 രൂപ വരുമാനം കിട്ടും. ഇനി ഞാൻ അടുത്ത നോക്കാം. ഞാൻ പറഞ്ഞു പ്രീമിയം ക്ലബ്, ഇവിടെ 20,000 രൂപ എന്ന് പറഞ്ഞു ഒരു ദിവസം കിട്ടുന്നത്. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, എന്താണ്, ഇവിടെയും അടുത്ത ക്ലബിലോട്ട് ടോപ്പ് അപ്പ് ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ വരുന്ന 3, 6, 9 അങ്ങനെ 10 ജോഡിയേ ഉള്ളൂ. 3, 6 3 ജോഡി അല്ലേ, 3 × 2000, ഒരു ജോഡിക്ക് 2000 ആണെങ്കിൽ എത്രയുണ്ട്, 6000 രൂപ സംഭവിക്കും. അടുത്ത ക്ലബിലോട്ട് ടോപ്പ് അപ്പ് ആവും. അപ്പൊ ഇവിടെ 20,000 6000 രൂപ കഴിഞ്ഞാൽ 14,000 രൂപ നമുക്ക് അന്ന് കിട്ടുള്ളൂ. ഈ 14,000 രൂപ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണത്. ഈ 6000 രൂപ എന്താണ് നമുക്ക് ടോപ്പ് അപ്പ് അടുത്ത ക്ലബിലോട്ട് പോകും. അപ്പൊ അടുത്ത ക്ലബിൽ എന്തായിരിക്കും നോക്കാം. അടുത്ത ക്ലബിൽ എന്തായിരിക്കണേ, അടുത്ത ക്ലബാണ് മില്ലേനിയം ക്ലബ്ബ് അല്ലെ. മില്ലേനിയം ക്ലബ്ബ് എന്താണ്, 1000 RP എന്നുവെച്ചാല് 1,00,000 രൂപയുടെ ബിസിനസ് ആണ്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് കിട്ടും. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് 1000 രൂപയുടെ പ്ലാനുണ്ട്, 10,000 രൂപയുടെ പ്ലാൻ, സ്റ്റാർട്ടപ്പ് പ്ലാനും ഉണ്ട്, പ്രീമിയം പ്ലാനും ഉണ്ട്. പ്രീമിയം പ്ലാൻ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റാർട്ടപ്പ് പ്ലാനിന്റെ എല്ലാ ടോപ്പ് കൂടെ വരുന്നത് ഈ മില്ലേനിയത്തിലോട്ട് വരുന്നത്. അപ്പോ പ്രീമിയത്തിന്റെയും സ്റ്റാർട്ടപ്പിന്റെയും ടോപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് മില്ലേനിയത്തിലോട്ട് ഒന്ന് ആഡ് ആവും. അപ്പൊ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് ഫില്ലാവും. 1,00,000 രൂപയുടെ നമ്മുടെ ഫില്ലായി കഴിയുമ്പോൾ നമ്മുടെ ഐഡി ആക്ടിവേഷൻ ആവും. ഇതിപ്പോ ഞാനാണെങ്കിൽ എന്റെ ഐഡി ആക്ടിവേഷൻ ആയി. ഇതിന് ശേഷം എന്ത് വരും, ഇവിടെ നമ്മുടെ പഴയ സുഹൃത്തുക്കൾ അവിടെ കിടക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ടോപ്പ് ആയിട്ട് വരും. അപ്പോൾ ഈ വ്യക്തി വരുമ്പോൾ എന്ത് സംഭവിക്കും, എനിക്ക് ഒരു ദിവസം ഒരു ജോഡിക്ക് മില്യൺ, ഒരു ഐഡിക്ക് എനിക്ക് റെഫറൽ ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നത് 5000 രൂപയാണ്. അപ്പൊ എ വരുമ്പോ 5000 രൂപ കിട്ടി, ബി വരുമ്പോ 5000 കിട്ടി, മൊത്തം 10,000 രൂപ എനിക്ക് 2 പേര് വന്നപ്പോൾ പൈസ കിട്ടും. ആലോചിക്കേ, നേരത്തെ ഒരു ദിവസം 25 പേര് വന്നു കഴിഞ്ഞാൽ മാത്രം 5000 കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ 2 പേര് ജോയിൻ ചെയ്താൽ ജോലി ഒന്നാവണ്ട, 2 ജോയിൻ ചെയ്താൽ എനിക്ക് 10,000 രൂപ വരുമാനം കിട്ടി. ഇതിന് ഞാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പഴയ ആളുകൾ തന്നെയാണ്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കാനോ ആളുകൾ കൊണ്ടുവരാനോ ഒന്നും ചെയ്യണ്ട. സെയിം സ്ഥലത്ത് വർക്ക് ചെയ്ത 3 സ്ഥലത്തെ പൈസ. അതുപോലെ തന്നെ സി വന്നു കഴിയുമ്പോൾ സംഭവിക്കും, ഇവിടെ ഒരു ജോഡിക്ക് പെയർ മാച്ച് എത്രയാണ്, 20,000 രൂപയാണ്. അപ്പൊ 2 ജോഡിക്ക് 40,000 രൂപ. ഇവിടെയും 10 ജോഡിക്ക് ഉള്ളത് 2,00,000 രൂപയാണ് ഇവിടെ കിട്ടുന്ന വരുമാനം. ആലോചിച്ച് നോക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ലെഗിലാണെങ്കിൽ ഫസ്റ്റ് ട്രീയിലാണ് വർക്ക് ചെയ്യുന്നത്, വേറെ സ്ഥലത്തൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ടോപ്പ് ആയിട്ട് സംഭവിക്കും, നമ്മൾ അതേ ആളുകൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട്. അവിടെ അല്ലെ ആദ്യം 5000 കിട്ടി, അടുത്തത് നമുക്ക് 20,000 കിട്ടി, ഇവിടെ എത്ര കിട്ടി, 2,00,000 കിട്ടി. അപ്പൊ 2,25,000 രൂപയാണ് നമുക്ക് ഈ ക്ലബില് നമുക്ക് കിട്ടാൻ പോകുന്നത് ടോട്ടല്. ആലോചിച്ച് നോക്കുക, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്ത് 3 സ്ഥലത്ത് പൈസയാണ്. പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ 1,00,000 രൂപ ആക്ടിവേഷൻ ആകുമ്പോൾ 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് 3ാമത്തെ ക്ലബ്ബ് വരുന്നത്. ഇനിയുണ്ടല്ലോ ക്ലബ്ബ്, തീർന്നിട്ടില്ല. എന്താണ് 4ാമത്തെ ക്ലബ്ബ് അല്ലെ, വില്യൻ ക്ലബ്ബ്. വില്യനിൽ എത്രയാണ്, വില്യനിൽ കിട്ടുന്നതാണ് 10,00,000 രൂപയുടെ അല്ലെ.
10 ലക്ഷം രൂപയുടെ ക്ലബ്ബാണ് വരുന്നത്. ഇവിടെ 10 ലക്ഷം രൂപയുടെ ക്ലബ്ബ് 10,000 RP ഫില്ലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എന്റെ ഐഡി ആക്ടിവേഷൻ ആവും. ആക്ടിവേഷൻ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എയും ബിയും വന്നു കഴിയുമ്പോൾ ഇവിടെ എത്രയാണ്, 50,000 രൂപയാണ്. എ ആദ്യം വന്നപ്പോ എനിക്ക് 50 രൂപ കിട്ടി. രണ്ടാമത് വന്നപ്പോ രണ്ടാമത് വന്നപ്പോ എനിക്ക് എത്ര കിട്ടി, 500 രൂപ കിട്ടി. മൂന്നാമത് വന്നപ്പോ 5,000 കിട്ടി. നാലാമത് വന്നപ്പോ 50,000 കിട്ടി. ചോദിക്കേ, എന്ന് പറഞ്ഞ വ്യക്തി വന്നപ്പോ 50,000 രൂപ കിട്ടി. ബി വന്നിട്ട് 5,000 കിട്ടി. അപ്പോ 1 ലക്ഷം രൂപ വരുമാനം എനിക്ക് 2 വീട് വന്നപ്പോ തന്നെ കിട്ടി. ഇനി സി വീട് വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, ഒരു ജോഡിക്ക് എത്രയാന്ന് നോക്കിയാൽ വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഒരു പെയർ മാച്ച് ആയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടും. ഇവിടെയും 10 അല്ല ജോഡി ദിവസം വരുന്നത് 20 ലക്ഷം രൂപ ഒരു ദിവസം. ഒരു ദിവസത്തെ പൈസ ഉണ്ട്, ഒരു മാസത്തെ അല്ല. ഒരു ദിവസം മാക്സിമം 20 ലക്ഷം രൂപ ഈ ഒരു ബിസിനസ്സിൽ മാത്രം കിട്ടും നമുക്ക്. മറ്റേ ഓട്ടോമാറ്റിക് വർക്ക് നടക്കുന്നുണ്ട്, അവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും. ഇനി എന്നാലോചിക്കുക, ഇവിടെ നിന്നും എന്ത് സംഭവിക്കും, 3, 6, 9 ഇങ്ങനെ ടോപ്പ് ആവും. ലാസ്റ്റ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട് കമ്പനിക്ക്. ഏത് പ്ലാനാണ് വരുന്നത്, ട്രില്യൺ അല്ലെ. പേര് പോലെ തന്നെ ട്രില്യൺ ആണ്. കാരണം വെച്ചാല് ഇവിടെ 1 ലക്ഷം RP എന്ന് പറയുമ്പോൾ 1 കോടി രൂപയുടെ ബിസിനസ് ആണ്. 1 കോടി രൂപയുടെ. എപ്പോഴാണ് ഈ 10 ഞാറില്ലേ, ഇപ്പൊ മില്യൺ ക്ലബ്ബ് അതുപോലെ തന്നെ പ്രീമിയം, സ്റ്റാർട്ടപ്പ്, ഈ 4 ക്ലബിൽ നിന്നും പൈസ അങ്ങ് ടോപ്പ് ആയിരുന്നുണ്ട്, ഇതിലൂടെ ടോപ്പ് ആവും അല്ലെ. ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും, ഇത് ഫില്ലാവുന്ന സമയത്ത് ഈ ഐഡി ആക്ടിവേഷൻ ആവും. ഫില്ലാവുമ്പോ വരും. വരുമ്പോ എനിക്ക് ഇവിടെ കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഒരാൾ ജോയിൻ ചെയ്താൽ മതി 5 ലക്ഷം രൂപ. ഒരാൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. ബി വന്നപ്പോ 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കിട്ടി. പെയർ മാച്ച് എത്രയാന്ന് നോക്കിയേ, 20 ലക്ഷം രൂപ. ഇവിടെ 5 ജോഡിക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയോ 1 കോടി രൂപ കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, 1 കോടി രൂപ വരുമാനം കിട്ടുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തേ, ഒന്നുമില്ല അല്ലെ. ആകെ ചെയ്തത് നമ്മുടെ ആദ്യം പറഞ്ഞ, ഞാൻ ജസ്റ്റ് ആ പേജ് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം പറഞ്ഞ ഈ ഒരു ചാനലിൽ അല്ലെ, ഈ ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടപ്പിൽ 10 RPയുടെ അല്ലെ 1000 രൂപ മിനിമം വരുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്തു. നമുക്കറിയാവുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്തു. ഈ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു റീപർച്ചേസ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പർച്ചേസിന്റെ പ്ലാൻ മാത്രം പറഞ്ഞത്. നമ്മുടെ താഴെ ടീം വലുതായി കഴിയുമ്പോൾ, പെട്ടെന്നാവുന്ന ഞാൻ പറയുന്നില്ല, ചിലപ്പോ 6 മാസം 1 വർഷം എടുത്തോട്ടെ. ഈ ടീം വലുതായി കഴിയുമ്പോൾ ഈ വരുന്ന ടീം നമ്മുടെ അസറ്റ് ആണെന്ന് നോക്കിയേ. സാധാരണ മിക്ക ബിസിനസ്സുകളിലും നമുക്ക് കൂടുതൽ വരുമാനം കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരും. പക്ഷെ ഈ വന്ന വ്യക്തി തന്നെയാണ് ഇത്, ഈ വന്ന വ്യക്തി തന്നെ ഇത്, ഈ വന്ന വ്യക്തി തന്നെയാണ് ഇത്, ഈ വന്ന വ്യക്തി തന്നെ ഇത്. ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞ ആള് വരുമ്പോ നമുക്ക് എത്ര കിട്ടി, നമുക്ക് 50 രൂപയാണെങ്കിൽ രണ്ടാമത്തെ വന്ന ആക്ടിവേഷൻ ആയപ്പോ 500 രൂപ കിട്ടി. മൂന്നാമത്തെ വന്നപ്പോ 5,000 കിട്ടി. നാലാമത്തെ വന്നപ്പോ 50,000 കിട്ടി. അഞ്ചാമത്തെ 5 ലക്ഷം രൂപ കിട്ടി. ഒരേ ഒരാള് വന്നേ ഉള്ളൂ. ഒരാള് തന്നെ 4 തരത്താണ് നമുക്ക് വന്നത്. സെയിം ആള് തന്നെ, സെയിം ട്രീ തന്നെ കിട്ടുന്ന ആലോചിക്ക്. ഇത്രയും വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്, പെയർ മാച്ച് കിട്ടുന്നുണ്ട്. എത്രയാണ് ടോട്ടൽ കിട്ടാൻ പോകണമെന്ന് ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞത് ഒരു ദിവസത്തെ കണക്കാണ് അല്ലെ. നമുക്ക് ക്ലബ്ബൊക്കെ കഴിഞ്ഞ്, ട്രില്യൺ ക്ലബ്ബ് കഴിഞ്ഞ് ഇതാണ് കിട്ടാൻ പോകുന്നത്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നമുക്ക് ഒരു ദിവസം കിട്ടുന്ന പൈസയാണ് എത്രയാണ്, 1,22,25,000 രൂപ. എന്നിട്ട് ഈ ഒരു വരുമാനം കിട്ടാനായിട്ട് നമ്മൾ ഈ ട്രില്യൺ ക്ലബ്ബ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോപ്പപ്പ് ഇല്ല, കാരണം കഴിഞ്ഞു. പിന്നെ എന്ത് പറ്റും, ഈ സ്റ്റാർട്ടപ്പ് പ്രീമിയം ഒക്കെ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലോട്ട് ആഡാവും. ഈ പൈസ പിടിക്കലൊന്നും ഇല്ല, നേരെ ഇതിലോട്ട് വരുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചു. എത്രയും 999 രൂപ ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ഉപയോഗിച്ചു. ഇനി ഇത് വാങ്ങണമെന്ന് പറയുന്നുണ്ടോ, ഇല്ല. എന്നാൽ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ അവിടെ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാല് 1,22,25,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാം. 1,22,000 രൂപ. അപ്പൊ ഒരു 30 ദിവസം നോക്കി എത്രയാണ് മാക്സിമം നോക്കാം അല്ലേ, മാക്സിമം ഉണ്ടാക്കാം. നിങ്ങൾ ഒരു ഒറ്റ ഐഡിയയിൽ വർക്ക് ചെയ്താൽ മാത്രം മതി. ഇത്രയും വരുമാനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കമ്പനി തരുന്ന ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ. ഇതാണ് കമ്പനിയുടെ പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ചോദിക്കുന്നു. സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. സിമ്പിൾ ആയിട്ട്, അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരേ സ്ഥലത്ത്, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാ. ഒരാളെ കൊണ്ട് എക്സ്ട്രാ പൈസ മുടക്കേണ്ട, എക്സ്ട്രാ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കേണ്ട, ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട. സിംഗിൾ പർച്ചേസ് അല്ലേ, സിംഗിൾ പർച്ചേസിൽ അയാൾക്ക് വരുമാനം, ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട അയാൾ വാങ്ങിച്ചു ഓട്ടോമാറ്റിക്കായിട്ട്. അതുപോലെ നമുക്ക് ഈ വരുമാനം ഇയാൾക്ക് എത്തിക്കാൻ പറ്റും. കൂടുതൽ ആളുകൾക്കും ഇതേ വരുമാനം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലാനാണിത്. കാരണം വേറെ കമ്പനിക്ക് ഇതുപോലത്തെ പ്ലാൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയം. ഞാൻ പല കമ്പനി പ്ലാനും കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു അടിപൊളി പ്ലാൻ വരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഓട്ടോമാറ്റിക് ടോപ്പ് ആണത്. ഓക്കെ, ഇത് കൂടെ അല്ല, നേരത്തെ പറഞ്ഞു നമുക്ക് എന്താണ്, നമുക്ക് വാഷ് ഔട്ടിന്റെ പറഞ്ഞു.
ഇനി കമ്പനിയുടെ ഇന്റർനാഷണൽ ടോട്ടൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം കമ്പനി തരുന്നുണ്ട്. എന്താണ് ഇന്റർനാഷണൽ ടേൺ ഓവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ബിസിനസ്സിൽ നിന്ന് ഒരു 5% പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കുറച്ച് റാങ്കുകൾ കമ്പനി കൊടുക്കുന്ന റാങ്കിന് കൊടുക്കാൻ വേണ്ടി. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ താഴെ ഒരു ദിവസം 25 പേര് വന്നു 5000 കിട്ടി. 30-20 ദിവസം വന്നാലോ 5 എന്ത് പറ്റും? വാഷ് ഔട്ട് ആയി പോകും. സാധാരണ എല്ലാ കമ്പനികളും പറഞ്ഞാൽ ഇവിടെ വാഷ് ഔട്ടിന് നമുക്ക് പൈസ കിട്ടില്ല. കമ്പനി ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് തരുന്നുണ്ട്. നമ്മുടെ താഴെ ടോട്ടൽ എല്ലാം കൂട്ടി ഒരു ദിവസം 30, 50, 100 പേര് വന്നോട്ടെ, നമുക്ക് ഒരു ദിവസം 500 RP എന്ന് പറഞ്ഞാല് 50 പേര് ലെഫ്റ്റും 50 പേര് റൈറ്റും എപ്പോഴാണ് ആവണേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10,000 രൂപ തന്നെ. 200 × 50 എന്ന് പറഞ്ഞാൽ 10,000 രൂപ വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇന്റർനാഷണൽ ടേൺ ഓവർ ബിസിനസ്സിൽ നിന്ന് ഒരു റാങ്ക് കിട്ടുന്നുണ്ട്. ഓക്സി റൈസർ 5000 രൂപ നമുക്ക് എന്താണ് ഒരു ബോണസ് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് കമ്പനി തരുന്നുണ്ട്. ഈ വരുമാനം നമുക്ക് കിട്ടും. എന്താണ് ഓക്സി റൈഡർ. ഇതേ സെയിം തന്നെ എന്താണ് നമ്മുടെ താഴെ 100 പേര്. അല്ലെ ഇത് ഇപ്പൊ ഈ 50 കഴിഞ്ഞു, അടുത്ത് 1 തുടങ്ങേണ്ട ആവശ്യമില്ല. അടുത്ത് തുടങ്ങുന്ന 51 എപ്പോഴാണോ 100 പേര് ലെഫ്റ്റ് റൈറ്റും വരുന്നത് വെച്ചാല് ജോലി ആവണത്, ആ സമയത്ത് നമുക്ക് 20,000 രൂപ ഇല്ല. ടോട്ടലാണ് നോക്കുന്നത്. ഇത് ക്യുമുലേറ്റീവ് ആണ്. നമുക്ക് എന്ത് സംഭവിക്കും? 10,000 രൂപ നമുക്ക് അവിടെ ബോണസ് കിട്ടും. ഇത് മന്ത്ലി തരുന്ന പൈസയാണ്, ഡെയിലി അല്ലത്. ഇത് അപ് ടു 10,000 രൂപയാണ്. 10,000 വരെ കിട്ടും. 10,000 കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. 10,000 വരെ നമുക്ക് 20,000 രൂപ വരുമാനം വാങ്ങിച്ച ആൾക്ക് 10,000 രൂപ അഡീഷണൽ കമ്പനി തരും. ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ടോട്ടൽ കമ്പനിയുടെ ബോണസ് നോക്കിയിട്ടാണ് തരുന്നത്. ചിലപ്പോൾ ഈ മാസം നമുക്ക് 1000 രൂപയാണെങ്കിൽ അടുത്ത മാസം ബാക്കി ഇനി 9,000 കിടക്കുന്നുണ്ട്, അത് തന്നുകൊണ്ടിരിക്കും നമുക്ക്. ഇങ്ങനെ പോയി എന്നിട്ടും ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എന്ന് വെച്ചാല് ഇന്നിപ്പോ ഒരു 10 ജോലി ഉള്ളെങ്കിൽ അടുത്ത ദിവസം 11ാമത്തെ കൗണ്ട് ചെയ്യുന്നത്. ഒന്നേന്നല്ല. നമുക്കിപ്പോ എല്ലാ ദിവസവും വാഷ് ഔട്ട് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ കൗണ്ട് ചെയ്യുന്നത് 10 ആണെങ്കിൽ 11ാമത് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ നോക്കി ആലോചിച്ച് അവസാനത്ത് വരുന്നതാണ് ഓക്സി എംബറർ എന്ന് പറയും. ഇത്രയും 200 കോടിയുടെ വരുമാനം നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ കമ്പനി 100 കോടി തരും. സിമ്പിൾ ആണല്ലേ? സിമ്പിൾ ആയിട്ട് ഒരു 300 കോടി വാങ്ങിക്കാം. ഇതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ചില വർഷങ്ങൾ എടുക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് നമുക്ക് ടീം സമയം എടുക്കാം. വേണ്ട, ഇത് കിട്ടുന്ന വരുമാനം ഇതാണ്. എക്സ്ട്രാ തരുന്നതാണല്ലോ, വേണ്ടാണ്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന അവസരം കമ്പനി തരുന്നുണ്ട്. ഒരു റാങ്ക് കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ വരുന്ന വരുമാനങ്ങൾ. ഇനി എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ നോക്കാം. ജസ്റ്റ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇഷ്ടംപോലെ വരുന്നുണ്ട്. 10 RP, 5 RP വരുന്ന പ്രൊഡക്റ്റുകൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാം റിസൾട്ട് ഓറിയന്റഡ് ആണ്. കാരണം 6 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഡ്രസ് മെറ്റീരിയൽ ആണ്. നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഡ്രസ് മെറ്റീരിയൽ വാങ്ങിക്കാം. സാനിറ്ററി നാപ്കിൻ ഉണ്ട്. നമുക്കിതാണ് സാനിറ്ററി നാപ്കിൻ വരുന്നത്. ഇതാണ് ഡ്രസ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ഇതൊക്കെ ഉണ്ട്. 10 RP 999 രൂപ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഇനി 3 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ടീ പൗഡർ ആയിട്ട് 3 ഡിഫറെന്റ് ടീ ആണ് വരുന്നത്. ജിഞ്ചർ ടീ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെന്റുകൾ ഉണ്ട്. ചില സപ്ലിമെന്റുകൾ വരുമ്പോൾ വില കൂടുതലായിരിക്കും, പക്ഷെ RP സെയിം ആയിരിക്കും. 10 RP വരുന്ന പ്രൊഡക്റ്റ്, സ്റ്റാർട്ടപ്പ് പാക്കേജിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. കമ്പനി തന്നെ ഇഷ്ടംപോലെ ട്രെയിനിങ്ങുകൾ ഉണ്ട് ഫ്രീ ആയിട്ടുള്ളത്. നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ മനസ്സിലാക്കാനും പിന്നെ ഓരോ എന്തിനു വേണ്ടി ഈ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള ട്രെയിനിങ് ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, നോക്കാം. ഇത് പ്രീമിയത്തിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത്. ഏകദേശം 4 ഒരു കോംബോ പാക്കേജ് ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഡ്രസ് മെറ്റീരിയൽ ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. ജസ്റ്റ് ഇതുപോലെ നമുക്ക് നമ്മൾ 10,000 ആക്ടിവേഷൻ ആകുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡ്രസ് മെറ്റീരിയൽ അതുപോലെ അത് വാങ്ങിക്കാം. അത് നമ്മൾ ഒന്നും മുടക്കണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ മുടക്കി നമ്മൾ വർക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് ഇത്. 1,00,000 ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതൊക്കെ ആയി വരുന്നുള്ളൂ. കാരണം നമ്മൾ ഇപ്പൊ പ്രീമിയത്തിന്റെ പാക്കേജ് ആക്ടിവേഷൻ ആവുന്നുള്ളൂ സംഭവം. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ചെടുക്കാം. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ പറയാനുള്ളത് നമുക്കല്ല, ഒരു പാൻ കാർഡില് നമുക്ക് വരുന്നത് ഒറ്റ ഐഡി ആണ്. ഒരു പാൻ കാർഡില് ഒറ്റ ഐഡി. പക്ഷെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഒരു ID വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ മിറർ ആയിട്ട് തന്നെ നമ്മുടെ തന്നെ ഇത് 1 ആണെങ്കിൽ, ഇപ്പൊ A1 ആണെങ്കിൽ A2, A3 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിൽ വന്നോളും. പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മുടെ ചില ടീമൊക്കെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ID വെച്ച് നമുക്ക് പൈസ ID വെച്ചിട്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്യും. നമ്മൾ സുഹൃത്തുക്കൾ ആഡ് ചെയ്ത് ബിസിനസ് വലുതാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നും അയ്യോ ഇവിടെ ഒരു ID വെക്കാറെന്ന്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ID ഉണ്ടാവും. ആക്ടിവേഷൻ ചെയ്യണം വേണ്ടത് നമ്മുടെ ഇഷ്ടം. പൈസ ഉള്ള സമയത്ത് ചെയ്യാം, പൈസ ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്യാം. അപ്പോൾ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ RP ആക്ടിവേഷൻ കാണിക്കുന്ന ഡയറക്റ്റ് പർച്ചേസ് നോട്ട് അലൗഡ് ഇൻ മറ്റേ ബില്യൺ 10 ലക്ഷത്തിൽ 1 കോടിയുടെ ഡയറക്റ്റ് പർച്ചേസ് ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. 90%
പ്രോഫിറ്റും കമ്പനി തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ 5% TDS കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 10% കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ 5% ടാക്സിലോട്ടാണ് പോകുന്നത്. നമുക്ക് ടാക്സ് അടക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് അത് നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി അത് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നത് നമുക്ക്. അതുപോലെ തന്നെ റീപർച്ചേസിൽ ഇവിടെയും നമുക്ക് എക്സൈറ്റഡ് ആവാനുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ 19ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇനി ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ വരുന്നതാണ് ആമസോൺ. നമ്മുടെ ഓക്സി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് നോക്കിയാൽ പറ്റും. ഓക്സി ആമസോൺ എന്ന് പറയുന്ന സൈറ്റിലോട്ട്, ആമസോണിന്റെ തന്നെ നമുക്ക് സൈറ്റിലോട്ട് കയറാം. ആമസോണിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ നിന്ന് ടോട്ടലി ലോകത്ത് തന്നെ എടുത്ത വലുതാണ്. പക്ഷേ ഇന്ത്യയിൽ എടുത്ത് തന്നെ ധാരാളം ആളുകൾ ആമസോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ഒരു ബിസിനസ് ഉണ്ട്. നമ്മള് ഒരു ചുറ്റുവട്ടം ഒരു 100 വീടെടുത്ത് കഴിഞ്ഞാൽ 99 വീട്ടിലും ചിലപ്പോൾ ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്, അല്ലെ? എല്ലാം വാങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു പർച്ചേസിന് കിട്ടുന്ന വരുമാനം കൂടി നമുക്ക് കിട്ടാനുള്ള ഒരു അവസ്ഥ നമ്മൾ തരുന്നുണ്ട്. അതുപോലെ ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ചില നമുക്ക് തൊട്ടടുത്തുള്ള കടകളൊക്കെ പാർട്ണർഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കൂടി കമ്പനി തരുന്നുണ്ട്. അതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ റീപർച്ചേസ് തന്നെ കുറെ കമ്പനി ബെനിഫിറ്റ് തരുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ കുറച്ച് ഉദാഹരണം കാണിച്ചത് നമ്മൾ സൈറ്റിൽ കയറി ചെയ്യാൻ പറ്റും. ഇതാണ് ആമസോണിന്റെ ഓക്സി ആമസോണിന്റെ സൈറ്റ് വരുന്നത്. ഓക്സിയുടെ കയറി നേരിട്ട് വാങ്ങിക്കാം. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇനിയും പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ആമസോണിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇത് നമുക്ക് വാങ്ങിച്ചു ഉപയോഗിക്കേണ്ട ഹെഡ്സെറ്റ്, TV, ഫോണൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചാനൽ പാർട്ട്നേഴ്സ് ആണ്, അല്ലെ? ചിക്കൻ സെന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഐഡിയ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ സെന്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള ചിക്കൻ സെന്റർ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. കോസ്മെറ്റിക് നമുക്ക് എന്തോ ചെയ്യാം. ഞാൻ സൂപ്പർ മാർക്കറ്റ് നമ്മൾ എപ്പോഴും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്രയും സൂപ്പർ മാർക്കറ്റുകൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടീമിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഈ പർച്ചേസ് വരുമാനം നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പർച്ചേസ് ആണ്. വൺ ടൈം കിട്ടുള്ളൂ, പിന്നെ കിട്ടില്ല. ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പർച്ചേസ്, സെക്കൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ റീപർച്ചേസ്, നമുക്ക് അറിയാലോ. അപ്പൊ അത് കിട്ടാനുള്ള പ്ലാനാണ് റീപർച്ചേസ് പ്ലാൻ. ഇവിടെ അഡീഷണൽ നമുക്ക് കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. പേഴ്സണൽ പർച്ചേസ് ഇൻകം ഇങ്ങനെ കുറെ ടൈം എടുക്കൊണ്ടാണ് ജസ്റ്റ് ഓടിച്ച് പറയുന്നത്. കാരണം ഇത് സെക്കൻഡ് വരുന്ന വരുമാനമുള്ള ഫസ്റ്റ് ടീം ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത്. 19 ലെവലിൽ കംപ്രസർ ഇൻകം ഉണ്ട്, ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്, ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ വരുമാനം കമ്പനി തരുന്നുണ്ട്. ഇവിടെ ഉണ്ട് കുറെ റാങ്കുകൾ ഉണ്ട്. ഗോൾഡ്, ഗോവ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാം. വരുമാനം കിട്ടുന്നുണ്ടാവും. കാരണം നമ്മുടെ പ്ലാൻ അത്രയും ബെനിഫിറ്റ് പ്ലാനാണ്. ദെൻ ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്. പിന്നെ പിൻകോഡ് ബേസ് ചെയ്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിൻകോഡ് ബേസ് ചെയ്ത് നമുക്ക് ചാനൽ പാർട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പിൻകോഡ് വരുന്ന എല്ലാ ഷോപ്പുകളെയും എല്ലാ മർച്ചൻസിനെയും എല്ലാ ബിസിനസ് സംരംഭങ്ങളെയും നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അതിലൂടെ വരുന്ന ബിസിനസ് നമ്മുടെ ടീമിൽ വരുന്നതല്ല. ഇപ്പൊ ഞാനാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഈ കടകളൊക്കെ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ആ കടയിൽ നടക്കുന്ന ഓപ്ഷനോട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ബിസിനസിന്റെ എല്ലാ ബിസിനസിന്റെയും ഒരു പെർസെന്റേജ് വരുമാനം എനിക്ക് എന്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഞാൻ കണക്ട് ചെയ്തു. ഇപ്പൊ എന്റെ ടീമിലല്ല, ഇപ്പൊ ഇവിടെ ഒരു 1000 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ പിൻകോഡിൽ 1000 പേര് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അറിയാതെ തന്നെ എനിക്ക് വരും. എന്റെ ടീം തന്നെ വേണമെന്നില്ല, ടോട്ടൽ ടീമിൽ ഏതെങ്കിലും ടീമിൽ ആര് വാങ്ങിച്ചാലും എനിക്ക് പൈസ കിട്ടാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. അത് ഏറ്റവും നമുക്ക് കമ്പനിക്കകത്ത് കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ആരാണോ ആദ്യം പ്രീമിയം പാക്കേജിൽ എത്തി കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ആ കണ്ടീഷൻ അച്ചീവ് ചെയ്താൽ മാത്രമാണ് ചാനൽ പാർട്ണർ ആവാൻ പറ്റുള്ളൂ നമുക്ക്. അത് റെഡീം വാലറ്റ് കുറെ ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് പർച്ചേസ് നമുക്ക് റീപർച്ചേസ് ആയിട്ട് ബെനിഫിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലേ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പലർക്കും സംശയമാണ്, എന്ത് ചെയ്യും? അതൊക്കെ കേട്ട് പ്ലാൻ കേട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് സംശയമായിട്ട് വരാം. ഒന്നുമില്ല, ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് പ്ലാൻ, നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഡീഷണൽ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയില്, പാൻ കാർഡ് നമ്പർ എന്നിവ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഒരു ID പാസ്വേഡും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒറ്റ കണ്ടീഷനുള്ള ഒരാള് സ്പോൺസർ ചെയ്യണമെന്നുള്ളത്. അത് ആരുടെ കൂടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അയാള് സ്പോൺസർ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടാവും. സിംഗിൾ ID എടുക്കാൻ അല്ലെ എത്രയാ വരുന്നത്? 999 മുതൽ 4500 വരെ പ്രൊഡക്റ്റുകളുണ്ട്. ഏറ്റവും മിനിമം 999 സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ഒരു 100 രൂപ അഡീഷണൽ കൊറിയർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ 1100 കൂട്ടിക്കും നമുക്ക് വരുന്ന എമൗണ്ട്. 1100 കൂട്ടി നമുക്ക് വരുന്ന എമൗണ്ട്. ഈ 1100 രൂപ മുടക്കി കഴിഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞാല് ഒരു ID
നേരത്തെ പറഞ്ഞ പോലെ 1,22,25,000 നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരം. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനി പ്ലാൻ എടുത്ത് നോക്കിക്കോ, എവിടെ നോക്കിക്കോ, നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ ചിലപ്പോൾ മാക്സിമം 5,000, 10,000, 30,000, ചിലപ്പോൾ 1,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇനി പൈസ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ മുടക്കി ഐഡിയ എടുക്കണം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ഐഡിയയിൽ മാത്രം നമ്മൾ എടുത്തിട്ട് വർക്ക് ചെയ്താൽ പോലും നമുക്ക് 1,22,25,000 രൂപ ഒരു മാസം, ഒരു വർഷമല്ല, ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാം. ഒരു ദിവസം, ഒറ്റ ദിവസം നേടാവുന്ന പൈസയാണ് ഒരു ഐഡിയയിൽ 1,100. ഇനി നമ്മൾക്ക് അല്ല, നമുക്ക് 5 ക്ലബ്ബുകളുണ്ട്. ഈ 5 ക്ലബിലും പോയി വർക്ക് ചെയ്യണ്ട, ഒറ്റ സ്ഥലത്ത് വർക്ക് ചെയ്ത് നമുക്ക് 5 സ്ഥലങ്ങളിൽ നിന്ന് പൈസയാണ്. ഇതാണ് നമുക്ക് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഐഡി അടിക്കുമ്പോൾ എന്താണ്, നമുക്ക് 3 ഐഡി കിട്ടുന്നുണ്ട്. ഈ ട്രിപ്പിൾ ഐഡി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. 1,700 × 3, 3,300 രൂപ മുടക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് 3 ഐഡിയിലും വരുമാനം കിട്ടും. ഇപ്പൊ നേരെ എത്ര കിട്ടും? 3,66,25,000 രൂപ നമുക്ക് 3 ഐഡിയും കൂടി വാങ്ങിച്ചെടുക്കാം ഒരു ദിവസം. നമ്മൾ പല ബിസിനസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കോടീശ്വരൻ, ലക്ഷപ്രഭു ഒക്കെ പറഞ്ഞ് നമ്മൾ സ്വപ്നം കണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഞങ്ങളൊന്നും ഇത് അതിനുള്ള വഴിയാണ്. കാരണം 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന, പ്രൊഡക്റ്റ് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന കമ്പനി, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളായിട്ട് ഇന്ന് വളരെ റിസൾട്ട് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സർട്ടിഫിക്കേഷനും ഇപ്പോൾ ഇന്ത്യയിൽ പറയുന്നത്, ഇന്ത്യയിൽ ഏകദേശം 5ഓളം യൂണിയനായിട്ട് അല്ലെ, നമുക്ക് പല യൂണിയൻ ഉണ്ട് അല്ലെ? BMS ഉണ്ട്, നമുക്ക് MMU ഉണ്ട്, അതുപോലെ നന്മയുണ്ട്. അങ്ങനെ 5 യൂണിയനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഏത് യൂണിയനായിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് കമ്പനി വഴി കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനി, വളരെ ലീഗലായിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കേഷനും ഉള്ള, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് 10 വർഷം കഴിയുമ്പോൾ നമ്മള് ഭയങ്കര സെറ്റപ്പായിട്ട് ചെന്നു കമ്പനി ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിജനോടൊപ്പം തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് ചെയ്യാം. ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രിപ്പിൾ എടുക്കാം. ഇനി നിങ്ങൾക്ക് പൈസ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ പഠിക്കാം. കാരണം കമ്പനിയുടെ എല്ലാ ട്രെയിനിങ്ങും കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പ്രൊഡക്റ്റ് പഠിച്ചു 3 പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന 3 പേർക്ക് അല്ലെ, ഷുഗർ ഉള്ള ആൾക്കാരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രശ്നം ആൾക്കാരുണ്ട്, അല്ലെ വെരിക്കോസിന്റെ പ്രശ്നം ആൾക്കാരുണ്ട്. ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാൽ മതി. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചിട്ട്, ചിലപ്പോൾ ഷുഗർ എല്ലാവർക്കും ഉള്ളതാണ്. ഒരാൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്രീ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം? ഒരു ദിവസം 1 കോടി രൂപ നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. വേണ്ട 1,00,000 രൂപ മതിയല്ലോ. ഒരു ദിവസം 1,00,000 രൂപ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് 30,00,000 വരുമാനമുണ്ട്. ഇതെല്ലാം ടാക്സ് അടച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് TDS കട്ട് ചെയ്തിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രത്യേകിച്ച് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യം, ടാക്സിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. ഇതാണ് കമ്പനിയുടെ പ്രസന്റേഷൻ. ഇതാണ് കമ്പനിയിൽ നിന്ന് നമുക്ക് വരുമാന മാർഗങ്ങൾ.